ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി. അസംഘടിത മേഖലയിലെ മിനിമം ശമ്പളം കേന്ദ്രം വർദ്ധിപ്പിച്ചു. ന്യൂഡൽഹി. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ മിനിമം ശമ്പളം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. വേരിയബിൾ DAയിലാണ് വർധന. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് DA വർധന ആശ്വാസമാണ്. പുതിയ വേതനം ഒക്ടോബർ 1 നിലവിൽ വരും. അവിദഗ്ധരായ നിർമ്മാണ, ശുചീകരണ, ചുമട്, വാച്ച് ആൻഡ് വാർഡ്, തൂപ്പ്, ഖനന, കാർഷിക, വീട് പരിപാലന മേഖലകളിലെ തൊഴിലാളികൾക്ക് മാസം കുറഞ്ഞത് 20,358 രൂപയും ദിവസം 783 രൂപ. അർദ്ധവിദഗ്ധ തൊഴിലാളികൾക്ക് 22,568 രൂപയും ദിവസം 868 രൂപ. വിദഗ്ധരായ തൊഴിലാളികൾക്കും ക്ലാർക്കുമാർക്കും വാച്ച് ആൻഡ് വാർഡുമാർക്കും 24,804 രൂപയും ദിവസം 954 രൂപ. അതിവിദഗ്ധ തൊഴിലാളികൾക്കും സായുധരായ വാച്ച് ആൻഡ് വാർഡുമാർക്കും 26,910 രൂപയും ദിവസം 1,035 രൂപ ലഭിക്കും. ഉപഭോക്തൃവില സൂചിക പ്രകാരം വർഷം 2 തവണയാണ് കേന്ദ്രം ഇത്തരം തൊഴിലാളികളുടെ മിനിമം വേതനം നിശ്ചയിക്കുക. ഉയരുന്ന ജീവിത ചെലവ് കണക്കാക്കിയാണ് DA വർധനയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. നിത്യോപയോഗ സാധന വില സൂചികയനുസരിച്ച് ഇവരുടെ ശമ്പളം ഏപ്രിലിലും കേന്ദ്രം വർദ്ധിപ്പിച്ചിരുന്നു. 6 മാസത്തെ ഉപഭോക്തൃവില നിലവാര സൂചികയനുസരിച്ചാണ് DA വർധന കണക്കാക്കുക. അമ്മയുടെ പിറന്നാളിൽ അമൃതപുരി ഭക്തിസാന്ദ്രം. അമൃതപുരി, കൊല്ലം. മാതാ അമൃതാനന്ദമയി ദേവിയുടെ 71ാം പിറന്നാളിൽ അമൃതപുരി ഭക്തിസാന്ദ്രം. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ ലളിതമായിരുന്നു. രാവിലെ 5 ഗണപതി ഹോമത്തോടെ തുടക്കമായി. തുടർന്ന് ലളിതാ സഹസ്രനാമാർച്ചന. 7:30 ആശ്രമത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സത്സംഗം ആരംഭിച്ചു. 9 ഭക്തസഹസ്രങ്ങൾക്ക് മുന്നിലേക്ക് പുഞ്ചിരി തൂകി അമ്മയെ എത്തി. തുടർന്ന് സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ഗുരുപാദുക പൂജ. അമ്മ ജന്മദിന സന്ദേശം നൽകി. അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും വിശ്വശാന്തി പ്രാർത്ഥനയും നടന്നു. കവി പ്രൊഫസർ വി. മധുസൂദനൻ നായർക്ക് അമൃതകീർത്തി പുരസ്കാരം അമ്മ സമ്മാനിച്ചു. 100 പേരുടെ സമൂഹ വിവാഹമാണ് ഈ വർഷത്തെ പിറന്നാളിൽ സംഘടിപ്പിച്ചത്. എല്ലാവർക്കും അമ്മ തന്നെ വരണമാല്യം എടുത്തുകൊടുത്തു. തുടർന്ന് എല്ലാ ഭക്തർക്കും അമ്മ ദർശനമേകി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് ഭക്തരാണ് പിറന്നാൾ ദിനത്തിൽ ഇന്നലെ അമൃതപുരിയിലെത്തിയത്. തപസ്യ സഞ്ജയൻ പുരസ്കാരം MGS ഏറ്റുവാങ്ങി. കോഴിക്കോട്. പ്രൗഢമായ സദസ്സിനെ സാക്ഷി നിർത്തി തപസ്യ കലാസാഹിത്യവേദിയുടെ സഞ്ജയൻ പുരസ്കാരം ഡോക്ടർ MGS നാരായണൻ ഏറ്റുവാങ്ങി. ചരിത്രത്തോട് സത്യസന്ധത പുലർത്തിയ ഗവേഷകനാണ് MGS എന്ന് പുരസ്കാരം സമർപ്പിച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള പറഞ്ഞു. 500,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് മലാപ്പറമ്പ് ഹൗസിംഗ് കോളനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷനായി. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കോഴിക്കോട് ആകാശവാണി മുൻ ഡയറക്ടർ KM നരേന്ദ്രൻ, തപസ്യ സംസ്ഥാന ഉപ അധ്യക്ഷൻ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. നാവായിക്കുളത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കല്ലമ്പലം. നാവായിക്കുളത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ഡീസന്റ് മുക്ക് സ്വദേശിയായ +2 വിദ്യാർത്ഥിക്കാണ് ഇന്നലെ അസുഖം സ്ഥിരീകരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും വിദഗ്ധ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു. ഓണത്തിന് കൂട്ടുകാരുമൊത്ത് കപ്പാംവിള മാടൻകാവ് കുളത്തിൽ കുളിച്ചിരുന്നു. തുടർന്നാണ് പനിയും അസ്വസ്ഥതയും ഉണ്ടായതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. ആരോഗ്യ പ്രവർത്തകർ കുളം സന്ദർശിക്കുകയും പരിശോധനയ്ക്കായി വെള്ളം ശേഖരിക്കുകയും കുളത്തിൽ കുളിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. നാവായിക്കുളം
ഇടമൺനില പോരേടം മുക്ക് സ്വദേശി ശരണ്യയ്ക്ക് വീടിനടുത്തുള്ള തോട്ടിൽ കുളിച്ചതുമൂലം 2 മാസത്തിനു മുൻപ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരുന്നു. നേഗ്ലറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. 97% മരണനിരക്കുള്ള രോഗമാണിത്. ഡോക്ടർ കെ.എസ്. ചന്ദ്രശേഖരന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷക പുരസ്കാരം. തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെന്റ് ആൻഡ് ലീഗൽ സ്റ്റഡീസിന്റെ സീനിയർ പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ കെ.എസ്. ചന്ദ്രശേഖരന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മികച്ച ഗവേഷകനുള്ള പുരസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിൽ 2023 മികച്ച ഗവേഷകനുള്ള ഡോക്ടർ കെ.പി. മുരളീധരൻ എൻഡോവ്മെന്റ് ഫണ്ട് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പ്രൊഫസർ ബാലചന്ദ്രനും പ്രൊഫസർ കെ.പി. മുരളീധരനും ചേർന്ന് പ്രശസ്തി പത്രവും ഫലകവും അവാർഡും ക്യാഷ് അവാർഡും നൽകി. ദേശീയ അന്തർദേശീയ മാനേജ്മെന്റ് ഗവേഷണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ലെബനനിൽ മരണം 700 കവിഞ്ഞു. ഹിസ്ബുള്ള ഡ്രോൺ കമാൻഡറെ വധിച്ചു. ബെയ്റൂട്ട് ലെബനനിലെ ഹിസ്ബുള്ള ഭീകരർക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ ശക്തമാക്കി. ഈ ആഴ്ച ലെബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 700 കവിഞ്ഞു. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള വ്യോമസേനാ വിഭാഗം ഡ്രോൺ തലവനും കമാൻഡറുമായ മുഹമ്മദ് ഹുസൈൻ സുരൂർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ യുദ്ധവിമാനം ഇടിച്ചു 2 പേർ കൊല്ലപ്പെടുകയും ഒരു സ്ത്രീ ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഹിസ്ബുള്ളയുടെ ഉന്നത റാങ്കുകളുള്ള ഭീകരരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. 300ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതിനിടയിൽ റോക്കറ്റ് ആക്രമണം നിർത്തുന്നത് വരെ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ശക്തമായ സൈനിക ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞയെടുത്തു. നെതന്യാഹുവിന്റെ നിലപാട് യുഎസിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ ഇല്ലാതാക്കുകയാണ്. നവരാത്രി സർഗപ്രതിഭാ പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിക്ക്. കോഴിക്കോട് കല, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായി നൽകുന്ന നവരാത്രി സർഗപ്രതിഭാ പുരസ്കാരം പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ട അവാർഡ് ഒക്ടോബർ 12 വൈകിട്ട് സാംസ്കാരിക സമ്മേളനത്തിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ചേർന്ന് സമ്മാനിക്കും. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, UK കുമാരൻ, കാവാലം ശശികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. US-നും ഫ്രാൻസിനും പിന്നാലെ ഭാരതത്തെ പിന്തുണച്ച് UKയും. ന്യൂയോർക്ക് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഭാരതത്തിന് സ്ഥിര അംഗത്വം നൽകണമെന്ന ആവശ്യത്തിന് പിന്തുണയേറുന്നു. സുരക്ഷാ കൗൺസിലിൽ സ്ഥിര അംഗത്വം വേണമെന്ന ഭാരതത്തിന്റെ ആവശ്യത്തിന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പിന്തുണ പ്രഖ്യാപിച്ചു. UN ജനറൽ അസംബ്ലിയിലാണ് കെയർ സ്റ്റാർമർ ഈ ആവശ്യം ഉന്നയിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇതേ ആവശ്യം UN ജനറൽ അസംബ്ലിയിൽ ഉന്നയിച്ചിരുന്നു. മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന കൂടുതൽ പ്രാതിനിധ്യമുള്ള ഇടമായി സുരക്ഷാ കൗൺസിൽ മാറണമെന്നാണ് കെയർ സ്റ്റാർമർ പറഞ്ഞത്. ഭാരതത്തിനു പുറമെ ബ്രസീൽ, ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾക്കും ആഫ്രിക്കയുടെ പ്രാതിനിധ്യവും കൗൺസിലിൽ വേണമെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. UN രക്ഷാസമിതിയിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്ന് ഭാരതം ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട്. UN-ൽ സ്ഥിരാംഗത്വം വേണമെന്ന ആവശ്യവും ഇതിനു മുന്നോടിയാണ് ഭാരതം മുന്നോട്ട് വെച്ചത്. US
ചൈന, ഫ്രാൻസ്, റഷ്യ, UK എന്നീ 5 സ്ഥിര അംഗങ്ങളാണ് UN സുരക്ഷാ കൗൺസിലിൽ ഉള്ളത്. ഭാരതത്തിന് സ്ഥിര അംഗത്വം നൽകണമെന്ന ആവശ്യത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നതായി US പ്രസിഡന്റ് ജോൺ ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ അഭിപ്രായം പറഞ്ഞിരുന്നു. റഷ്യയും ഭാരതത്തിന്റെ ആവശ്യത്തിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് ഫ്രാൻസും UKയും ഇതേ ആവശ്യം ഉന്നയിച്ചത്. നിലവിൽ സ്ഥിര അംഗത്വമുള്ള 4 രാജ്യങ്ങളും ഭാരതത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UN സുരക്ഷാ സമിതിയെ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും അതിനാൽ രക്ഷാസമിതി വിപുലീകരിക്കുന്നതിനെ ഫ്രാൻസ് എല്ലാ കാലത്തും പിന്തുണയ്ക്കുമെന്നുമാണ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത്. ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ, ആഫ്രിക്കയിലെ 2 രാജ്യങ്ങൾ എന്നിവയും സമിതിയിൽ അംഗമായിരിക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസും UN സുരക്ഷാ സമിതിയുടെ ഘടന കാലഹരണപ്പെട്ടതാണെന്ന വിമർശനം ഉയർത്തിയിട്ടുണ്ട്. കൃത്യമായ പരിഷ്കാരങ്ങൾ നടത്തിയില്ലെങ്കിൽ അതിന്റെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെടുമെന്നാണ് ഗുട്ടേറസ് പറഞ്ഞത്. സ്ഥിര അംഗത്വമുള്ള 5 രാജ്യങ്ങൾക്ക് പുറമെ 2 വർഷം വീതം കാലാവധിയുള്ള 10 സ്ഥിരമല്ലാത്ത അംഗങ്ങളും സുരക്ഷാ കൗൺസിലിന്റെ ഭാഗമായിരിക്കും. ഐക്യരാഷ്ട്രസഭയിൽ പരിഷ്കരണങ്ങൾ വേണമെന്ന് ക്വാഡ് ഉച്ചകോടിയിൽ അംഗങ്ങൾ സംയുക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ലഡാക്ക് സമവായത്തിലെത്തിയെന്ന് ചൈന. ബീജിംഗ്. ലഡാക്ക് അതിർത്തിയിലെ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ഭാരതവുമായി സമവായത്തിലെത്തിയെന്ന് ചൈന. ഇരുപക്ഷത്തിനും സ്വീകാര്യമായ തീരുമാനത്തിലെത്താൻ ചർച്ചയിലൂടെ കഴിഞ്ഞെന്നും ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചൈനയിലെ ഭാരതത്തിന്റെ സ്ഥാനപതി പ്രദീപ് കുമാർ റാവത്തുമായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏഷ്യൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ലീ ജിൻ സോങ് കൂടിക്കാഴ്ച നടത്തിയെന്നും അവർ കൂട്ടിച്ചേർത്തു. കുട്ടികളെ പ്രകടനങ്ങളിൽ പങ്കെടുപ്പിച്ചാൽ കർശന നടപടി വേണം ഹൈക്കോടതി. കൊച്ചി. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രതിഷേധ പ്രകടനങ്ങളിലോ സത്യാഗ്രഹങ്ങളിലോ ധർണകളിലോ പങ്കെടുപ്പിക്കാൻ രക്ഷിതാക്കൾ കൊണ്ടുവന്നാൽ നിയമപാലകർ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമെടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ദമ്പതികൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശം നൽകിയത്. 2016 SAT ഹോസ്പിറ്റലിൽ വെച്ച് തങ്ങളുടെ മറ്റൊരു കുട്ടിയുടെ മരണത്തിൽ കലാശിച്ച മെഡിക്കൽ അശ്രദ്ധയെ തുടർന്ന് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 3 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയതിനെ തുടർന്നാണ് കേസ്. 59 ദിവസത്തെ സമരത്തിനിടെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഫുട്പാത്തിൽ കുട്ടിയെ കണ്ടതിനെ തുടർന്നാണ് രക്ഷിതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ദമ്പതികൾക്കെതിരായ കേസ് ബെഞ്ച് റദ്ദാക്കിയെങ്കിലും ഈ തീരുമാനം നിയമപരമായ ഒരു മാതൃകയായി കണക്കാക്കരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര സർവീസിൽ എഞ്ചിനീയറിംഗ് ബിരുദക്കാർക്ക് അവസരം. 232 ഒഴിവുകൾ. UPSC 2025 എഞ്ചിനീയറിംഗ് സർവീസസ് പരീക്ഷയ്ക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം www.upsc.gov.in ൽ ലഭ്യമാണ്. ഉയർന്ന റാങ്ക് നേടുന്നവർക്ക് കേന്ദ്ര സർവീസിൽ എഞ്ചിനീയർ ആകാം. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്നീ 4 വിഭാഗങ്ങളിലായി നിലവിൽ ഏകദേശം 232 ഒഴിവുകളാണുള്ളത്. ഭിന്നശേഷിക്കാർക്ക് 12 ഒഴിവുകളിൽ നിയമനം ലഭിക്കും. ഗ്രൂപ്പ് A, B സർവീസ് തസ്തികകളിലാണ് അവസരം. കായികം. കാൺപൂരിൽ തുടക്കം. മഴ നനഞ്ഞു. കാൺപൂർ. ബംഗ്ലാദേശിനെതിരെ ഭാരതത്തിന്റെ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ തുടക്കം മോശം കാലാവസ്ഥയിൽ വശം കിട്ടു. ആദ്യ ദിവസമായ ഇന്നലെ വെറും 35 ഓവർ മാത്രമേ കളിക്കാൻ സാധിച്ചുള്ളൂ. 107 റൺസ് എടുത്ത ബംഗ്ലാദേശിന്റെ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യ ടെസ്റ്റിൽ നിന്നും ഒരു മാറ്റവുമില്ലാതെയാണ് ഭാരതം ഇന്നലെ അന്തിമ 11 ഇറക്കിയത്. കാൺപൂരിലെ പിച്ച് 3ാം ദിനം മുതൽ സ്പിന്നിനെ അനുകൂലിക്കുമെന്ന് വിലയിരുത്തലുകളുണ്ടായിട്ടും 3 സീമർമാരുമായിട്ടാണ് രോഹിത് ശർമ്മയും സംഘവും കളിക്കിറങ്ങിയത്. ആദ്യ ദിനം പിച്ച് പേസർമാർക്ക് നല്ല പോലെ ആനുകൂല്യം ലഭിക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. മേഘാവൃതമായ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ
ടോസ് നേടിയ ഭാരത നായകൻ രോഹിത് ശർമ്മ ബൗളിംഗ് തെരഞ്ഞെടുത്തു. നായകന്റെ തീരുമാനത്തെ വരവ് വയ്ക്കുന്ന പ്രകടനം പുറത്തെടുത്ത് ആകാശ് ദീപ് 9ാം ഓവറിൽ ഫലം കൊണ്ടുവന്നു. 24 പന്തുകൾ നേരിട്ട് ഒരു റൺ പോലും കണ്ടെത്താനാകാതെ നിന്ന ബംഗ്ല ഓപ്പണർ സാക്കിർ ഹസാനെ യശസ്വി ജയ്സ്വാളിന്റെ കൈകളിലെത്തിക്കുകയായിരുന്നു. ന്യൂ ബോൾ എറിഞ്ഞ ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും ശേഷം രോഹിത് പന്ത് നൽകിയത് രവിചന്ദ്രൻ അശ്വിനാണ്. അതിനുശേഷമാണ് ആകാശിന് അവസരം നൽകിയത്. മത്സരത്തിന്റെ തുടക്കത്തിലെ തന്നെ എതിരാളികൾ ആഘാതമേൽപ്പിക്കാനുള്ള പദ്ധതി നടക്കാതെ വന്നതാണ് ബൗളർമാരെ വേഗത്തിൽ മാറ്റി പരീക്ഷിക്കാൻ ക്യാപ്റ്റനെ പ്രേരിപ്പിച്ചത്. 3 സ്പിന്നർമാരെ കളിപ്പിച്ചിരുന്നെങ്കിൽ പുറത്തിരിക്കേണ്ടി വരുമായിരുന്ന ആകാശിനെയും നേരത്തെ തന്നെ പരീക്ഷിക്കാൻ മുതിർന്നു. യുവ പേസർ ഭാരതവും രോഹിത്തും കാത്തിരുന്ന ഫലം നൽകി. അധികം വൈകാതെ ആകാശ് ബംഗ്ലാദേശിന് അടുത്ത പ്രഹരവും ഏൽപ്പിച്ചു. നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഓപ്പണർ ഷദ്മാൻ ഇസ്ലാമിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയായിരുന്നു. ഫസ്റ്റ് അമ്പയറുടെ തീരുമാനം രോഹിത്തിനെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിച്ചാണ് ആകാശ് വിക്കറ്റ് ഉറപ്പിച്ചത്. പുനഃപരിശോധനാ വീഡിയോയിൽ ആകാശിന്റെ പന്ത് ഷദ്മാന്റെ മിഡിൽ വിക്കറ്റിന് നടുവിൽ പതിക്കുമെന്ന് വ്യക്തമായതിലൂടെ ബംഗ്ലാദേശിന്റെ രണ്ടാമനും പവിലിയനിലേക്ക് നീങ്ങി. 36 പന്തുകളിൽ 24 റൺസുമായാണ് ഷദ്മാൻ മടങ്ങിയത്. പിന്നീട് നായകൻ നജ്മുൽ ഹൊസൈൻ ഷാൻഡോയ്ക്കൊപ്പം ചേർന്ന് മോനിമുൽ ഹഖ് ബംഗ്ല ഇന്നിംഗ്സിന് ജീവൻ വെപ്പിക്കാനുള്ള ശ്രമം തുടർന്നു. തുടക്കത്തിലെ തിരിച്ചടിയെ മറികടന്ന് ഇരുവരും ചേർന്ന കൂട്ടുകെട്ട് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ബംഗ്ല സ്കോർ 80-ൽ നിൽക്കെ അശ്വിന്റെ പന്തിൽ ബംഗ്ലാദേശ് നായകൻ നജ്മുൽ ഷാൻഡോ ലെഗ് ബിഫോറായി മടങ്ങി. 57 പന്തുകൾ നേരിട്ട ഷാൻഡോ 31 റൺസ് എടുത്തു. മഴയ്ക്ക് മുന്നേ ആകാശം ഇരുണ്ടുകൂടിയതിനെ തുടർന്നുള്ള വെളിച്ചക്കുറവ് കാരണമാണ് കളി ഇന്നലത്തേക്ക് നിർത്താൻ തീരുമാനിച്ചത്. 81 പന്തിൽ 40 റൺസ് എടുത്ത് നിൽക്കുന്ന മോനിമുലിനൊപ്പം മുഷ്ഫിഖുർ റഹീം 6 ആണ് ക്രീസിൽ. ഭാരതത്തിനായി ആകാശ് ദീപ് 10 ഓവറുകളിൽ 34 റൺസ് വഴങ്ങിയാണ് 2 വിക്കറ്റ് നേടിയത്. 1 വിക്കറ്റ് നേടിയ അശ്വിന് 9 ഓവർ എറിഞ്ഞ് 22 റൺസും വഴങ്ങി. വിക്കറ്റ് ശുഭദിനം. നന്ദി.